Good morning, all. കഴിഞ്ഞ ദിവസം നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നമ്മള് ഇതാണ് വേസ്റ്റ് കളക്ഷനും സെഗ്രിഗേഷനും ആണ് അല്ലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ജസ്റ്റ് സെഗ്രിഗേഷൻ എന്താണെന്ന് മിസ് പറഞ്ഞു തന്നല്ലോ. വേർതിരിക്കല്ലേ? അല്ലേ? സെഗ്രിഗേഷൻ ജസ്റ്റ് മിസ് പറഞ്ഞില്ലേ, എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞില്ലേ? ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്തതിന് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വല്ലതും വേണോ? വല്ലതും ആവശ്യമുണ്ടോ? ഓക്കെ ആണോ എല്ലാം? ഓക്കെ ആണ്. ഓക്കെ, ഞാൻ ക്ലാസ് തുടങ്ങാം അല്ലേ? സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക അല്ലെ? നമുക്കറിയാം ഒരു ബയോമെഡിക്കൽ വേസ്റ്റില് പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട് അല്ലെ? ഷാർപ്പായിട്ടുള്ളതുണ്ട്, അനാട്ടമിക്കൽ വേസ്റ്റുകൾ ഉണ്ട്, ലാബ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റുകൾ ഉണ്ട് അല്ലെ? ഇൻസിനറേഷൻ ആഷസ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരുമിച്ച് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റുമോ? സൂക്ഷിക്കാൻ ഇല്ല അല്ലെ? സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക അല്ലെ? സെഗ്രിഗേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പൊ അതല്ല, നമ്മ ഇത് ഇപ്പൊ എല്ലാനും ഇപ്പൊ നമ്മ വീട്ടിൽ എങ്ങനെയാണ് ഈ നമ്മുടെ പ്ലാസ്റ്റിക്കുകൾ സൂക്ഷിക്കാറില്ലേ? മുനിസിപ്പാലിറ്റിന്ന് ഹരിതകർമ്മസേനയുടെ ആളുകൾ വന്ന് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോകാറുണ്ട് അല്ലെ? അവർ ഒരുമിച്ച് കൊണ്ടുപോകോ? അവരെന്ത് ചെയ്യും? നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കുടഞ്ഞിട്ടിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ടല്ലേ പല ചാക്കുകളിലാക്കിയിട്ടാണ് അല്ലെ കൊണ്ടുപോകുന്നത്. ബോട്ടിൽസ് വേറെ, കളർ പ്ലാസ്റ്റിക്കുകൾ വേറെ, നോർമൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ വേറെ, അങ്ങനെയാണോ കൊണ്ടുപോകുന്നത്? ആണോ? ആണ്. അപ്പൊ നമ്മ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ നമ്മ ഇത് വേർതിരിച്ച് സൂക്ഷിക്കുമ്പോൾ എന്താണ് ആ ഒരു പ്രോസസ് എളുപ്പമാക്കി തീർക്കുന്നുണ്ടോ? അവർക്ക് ആ ഒരു പ്രക്രിയ പിന്നെ നടക്കണ്ടല്ലോ. വേർതിരിക്കുക എന്നുള്ള പ്രോസസ്സ് പിന്നെ ചെയ്യണോ? വേണ്ട അല്ലേ? അപ്പൊ എന്താണ് അങ്ങനെ നമ്മൾ സെഗ്രിഗേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നത്. പിന്നെ കൂടാതെ എന്താണ് ഇപ്പൊ മിസ് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറഞ്ഞത്. ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ സെപ്പറേറ്റ് അത് അവിടെ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാം അല്ലെ? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാലോ. നമ്മ അതിൽ ആ ഒരു എന്താണ് ഡിസ്പോസൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യോ? സ്പ്രെഡ് ചെയ്യും. കൂടാതെ എന്താണ് നമ്മ എല്ലാ വേസ്റ്റുകളും ഒരുമിച്ചാണ് അല്ലെ സൂക്ഷിക്കുന്നത്. അതിൽ നീഡിലുണ്ട്, എന്താണ് ബ്ലേഡ്സുകൾ ഉണ്ട്, സർജിക്കൽ നൈഫുകൾ ഉണ്ട്, ബ്രോക്കൺ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മൂർച്ചയുള്ള സാധനങ്ങളൊക്കെ എന്താണ് അവർ കയ്യുമ്പോൾ ഒക്കെ കൊണ്ട് അവർക്ക് മുറിവുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ഉണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള അങ്ങനെ ആ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്, പിന്നെ ആ ഒരു വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അവർക്ക് വരുന്ന ഇഞ്ചുറീസിന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വേസ്റ്റുകൾ എങ്ങനെ സൂക്ഷിക്കുന്നത്? വേർതിരിച്ച് സൂക്ഷിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ മിസ് ഇതിൽ എടുക്കാം, അതിൽ പറഞ്ഞുതരാം. അപ്പൊ ഒന്നുകൂടെ നോക്കാൻ നോക്കട്ടാ. സെഗ്രിഗേഷൻ മേക്സ് ഇറ്റ് ഇസ് സിമ്പിൾ ടു സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ഇൽനെസ് അല്ലെ? നമ്മൾ വേർതിരിച്ച് സൂക്ഷിക്കുമ്പോൾ, സെഗ്രിഗേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നത് നമുക്ക് ഇൽനെസ് അല്ലെ, അസുഖങ്ങൾ, ഇൻഫെക്ഷൻസ് പോലെയുള്ള അസുഖങ്ങൾ സ്പ്രെഡ് പകരുന്നത് സ്റ്റോപ്പ് ചെയ്യാനായി സാധിക്കുന്നു. കൂടാതെ makes it simple to choose from the disposal choice and can lessen the burden
ഓൺ ദി വേസ്റ്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റം അല്ലെ. ആ ഒരു വേസ്റ്റ് സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാനും ആ ഒരു പ്രവർത്തനം അവർക്ക് എളുപ്പമാക്കി തീർക്കാനും ഡിസ്പോസൽ ചോയ്സ് സിമ്പിൾ ആക്കാനും ഇത് സാധിക്കുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ് ഇൻസിനറേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് ഡിസ്പോസ് ചെയ്താൽ മതിയോ? സിറിഞ്ചുകൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലെ, നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്, ആ ഒരു പ്രോസസ് ആ ഒരു കണ്ടെയ്നേഴ്സ് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയോ? അത് എളുപ്പാക്കിയല്ലേ. വേസ്റ്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റം എളുപ്പാക്കാണോ? വേസ്റ്റ് സംസ്കരണം എളുപ്പാക്കാണോ? ആണോ? പിന്നെ നെക്സ്റ്റ് പറയുന്നത് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഇഞ്ചുറീസ് അല്ലെ. നമുക്ക് എന്താണ് ഈ ഇഞ്ചുറീസ് അല്ലെ, പരിക്കുകൾ പറ്റുന്നതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും സംരക്ഷിക്കാനും സാധിക്കുന്നു. ഓക്കെയാണോ? സെഗ്രിഗേഷൻ ചെയ്ത് വേർതിരിച്ച് സൂക്ഷിക്കുന്നത് എന്താണ്? അസുഖങ്ങൾ പടരുന്നത് അല്ലെ, ഇൽനെസ് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് തടയാനും, നമുക്ക് വേസ്റ്റ് ഡിസ്പോസൽ ചോയ്സ് അല്ലെ, ഓരോ വേസ്റ്റുകളും പല രീതിയിലാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്, നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ആ ഒരു ഡിസ്പോസൽ ചോയ്സ് നമുക്ക് കുറയ്ക്കാനും, ട്രീറ്റ്മെന്റ് സിസ്റ്റം അല്ലെ, ഓരോ സംസ്കരണ പ്രക്രിയകളും നമുക്ക് എളുപ്പമാക്കി തീർക്കാനും സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ആ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വരുന്ന പരിക്കുകള് നമുക്ക് തടയാനും അതിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും ഈ സെഗ്രിഗേഷൻ കൊണ്ട് സാധിക്കുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഇപ്പൊ ഞാൻ മിസ് ആദ്യം തന്നെ പറഞ്ഞു, ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പലതരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സിറിഞ്ച് ഉണ്ട്, നീഡിലുണ്ട്, ആ ഒരു എന്താണ് മരുന്നിരിക്കുന്ന ബോട്ടിലുണ്ട്, കോട്ടൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് നമ്മ ഒരുമിച്ചാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ ബോട്ടില് നമ്മ ഡിസ്പോസ് ചെയ്യുന്ന പ്രക്രിയയിലായിരിക്കോ നമ്മ നീഡില് ഡിസ്പോസ് ചെയ്യുന്നത്? ആയിരിക്കോ? അതേപോലെ ആയിരിക്കോ കോട്ടൻസ് ഡിസ്പോസ് ചെയ്യുന്നത്? അല്ല അല്ലെ. അപ്പൊ ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിസ്പോസൽ പ്രക്രിയ എളുപ്പമാക്കി തീർക്കല്ലേ ചെയ്യുന്നത്. നീഡിൽസ് നമുക്ക് എന്താണ്, എങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം അല്ലെ, സംസ്കരിക്കാം. അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഏതാണ്? സെഗ്രിഗേഷൻ ആണോ? അഭിനവ്, സെഗ്രിഗേഷൻ ആണോ? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഹോസ്പിറ്റലില് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ WHO എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റിനെ 8 കാറ്റഗറി ആയി തിരിക്കുന്നുണ്ട്. അതാദ്യം പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ എന്താണ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് റൂൾസ് പുറത്തിറക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാല് എന്താണ്, ഹോസ്പിറ്റലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെ സംസ്കരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു റൂളിൽ പറയുന്നത് ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്ങുകളും അതിനുവേണ്ട കാര്യങ്ങളുമാണ് ആ ഒരു റൂളിൽ പ്രതിപാദിക്കുന്നത്. അല്ലേ? ആണോ? MOEF ആണ് കേട്ടോ, ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. നെക്സ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ്. ആ റൂളിൽ പറയുന്നത് നമ്മ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഡിസീസിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളാണ് അല്ലെ. അപ്പൊ അത് ഹോസ്പിറ്റലിൽ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാബുകളില്, ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സില്, ഡയാലിസിസ് സെന്റേഴ്സില്, ബ്ലഡ് ബാങ്കില് അല്ലെ, അവിടെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ എല്ലാ വേസ്റ്റുകളും ഒരേപോലെ ഉള്ളതാണോ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന? അല്ല, പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ലോയിൽ പറയുന്നത് എന്താണ്? നമ്മ ബയോമെഡിക്കൽ വേസ്റ്റുകൾ, മറ്റ് വേസ്റ്റുകൾ, നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റുകൾ മാത്രമാണ് ഹോസ്പിറ്റലിൽ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജനറൽ വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, ഫുഡ് വേസ്റ്റ് ഉണ്ട്, ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് വരുന്നുണ്ട്, ജനറൽ വേസ്റ്റുകൾ, കാർഡ്ബോർഡുകൾ അല്ലെ, പാക്കിംഗ് കവേഴ്സ്,
പേപ്പേഴ്സ് അല്ലെ, അങ്ങനെയുള്ള ജനറൽ വേസ്റ്റുകളും ഇല്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ ഈ നിയമത്തിൽ പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മുടെ ജനറൽ വേസ്റ്റുകളുമായിട്ട് മറ്റു വേസ്റ്റുകളുമായിട്ട് കൂട്ടിക്കലർത്തി സൂക്ഷിക്കാൻ പാടില്ല. നെക്സ്റ്റ് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ അതിന്റെ സ്റ്റോറേജ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ സംസ്കരണം, അതിന്റെ റിമൂവല് എല്ലാം എളുപ്പമാക്കുന്നതിന് വേണ്ടി അത് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബാഗ്സിലോ സൂക്ഷിക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്നില്ലേ, പച്ച കളറില്, യെല്ലോ കളറില്, ബ്ലാക്ക് കളറില്, റെഡ് കളറിലൊക്കെ പല കളറിൽ കണ്ടെയ്നേഴ്സ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? അപ്പൊ അതെന്താണ്, ഓരോ വേസ്റ്റുകളും നമുക്ക് ഏതിലാണോ ഇടേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കളർ കോഡ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ. ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഓക്യുപ്പയേഴ്സ്, അതായത് ആരായിരിക്കാം? വർക്കേഴ്സ്, ഹോസ്പിറ്റലില്, നഴ്സിംഗ് ഹോമില്, ക്ലിനിക്കില്, ഡിസ്പെൻസറീസില്, വെറ്റിനറി ഹോസ്പിറ്റൽ അല്ലെ, ആനിമൽ ഹൗസിൽ, പത്തോളജിക്കൽ ലബോറട്ടറി അല്ലെ, ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ വേസ്റ്റുകള് എന്താണ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് അല്ലെ, നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യത്തിനും എൻവിയോൺമെന്റിനും അല്ലെ, ഒരു പരിസ്ഥിതിക്കും ഒരു ദോഷവും വരാത്ത രീതിയിൽ ഇത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുക എന്നുള്ളതാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഓക്യുപ്പയറിന്റെ, വർക്കേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം മിസ്. ഓക്യുപ്പയേഴ്സ് ആരാണ്? അവിടെ വർക്ക് ചെയ്യുന്ന ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഹോസ്പിറ്റലില്, നഴ്സിംഗ് ഹോമില്, ക്ലിനിക്കില്, ഡിസ്പെൻസറീസില്, വെറ്റിനറി ഹോസ്പിറ്റലില്, പത്തോളജിക്കൽ ലബോറട്ടറീസില്, ബ്ലഡ് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളല്ലേ? അവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേസ്റ്റുകള്, ബയോമെഡിക്കൽ വേസ്റ്റുകള് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും ഡയഗ്നോസിന്റെ ഭാഗമായിട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഡ്യൂട്ടിയാണ്. എന്താണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഈ ഇത്തരം മാലിന്യങ്ങള് എന്താണ് നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഒരു ദോഷവും വരാത്ത രീതിയിലാണ് ഇത്തരം മാലിന്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്, കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ഓക്കെ ആയോ അഭിനവ്? നെക്സ്റ്റ് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ വേസ്റ്റ്. ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ അല്ലെ, എന്തൊക്കെ പെടുന്നുണ്ട്? ബോഡി പാർട്സ് ഉണ്ട്, ഓർഗൻസ് ഉണ്ട്, ടിഷ്യൂസ് ഉണ്ട്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെ, മലിനമായിട്ടുള്ള സോയിൽഡ് ലിനൻസ് ഉണ്ട് അല്ലെ, ബെഡ്ഷീറ്റുകൾ, പില്ലോ കവേഴ്സ്, കോട്ടൺസ് അല്ലെ, കോട്ടൺ, ബാൻഡേജ്, പിന്നെ എന്താണ് പ്ലാസ്റ്റർ കാസ്റ്റ് അല്ലെ, നമ്മുടെ കയ്യുമ്മയൊക്കെ പ്ലാസ്റ്റർ ഇടുന്ന ആ കാസ്റ്റ് കണ്ടിട്ടില്ലേ? നമ്മുടെ കയ്യൊക്കെ ഒടിഞ്ഞു കഴിയുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള പ്ലാസ്റ്റർ കാസ്റ്റുകള്, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം? ശരിയായ രീതിയിൽ അല്ലെ, പ്രോപ്പറായ രീതിയിൽ ഇത്തരം വേസ്റ്റുകള് കളക്ട് ചെയ്യുക, അത് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക, അത് സ്റ്റോർ ചെയ്യുക അല്ലെ, അത് സംഭരിക്കുക, അത് മൂവ് ചെയ്യുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മൂവ് ചെയ്യുന്നത്? ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോവുക, അത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക അല്ലെ. അപ്പൊ എന്താണ്? നോസോഫോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെ, പഠിച്ചില്ലേ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പടരുന്ന അല്ലെ, നമുക്ക് ലഭിക്കുന്ന അസുഖങ്ങളാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. അങ്ങനെയുള്ള അസുഖങ്ങള് വരാത്ത രീതിയിൽ ഇത്തരം മാലിന്യങ്ങള് നമ്മൾ കളക്ട് ചെയ്യുകയും സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും അത് സ്റ്റോർ ചെയ്യുക, വ്യത്യസ്ത കണ്ടെയ്നേഴ്സിൽ, പല കളറിലുള്ള കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുകയും ഡിസ്പോസിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയും അത് ആ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അല്ലെ, മൂവിങ് ഒക്കെ ഉള്ളത് അല്ലെ, ഇത് പ്രോപ്പറായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും അത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക. അത്രയൊക്കെ ആയോ?
നെക്സ്റ്റ് പറയുന്നത് വേസ്റ്റ് കളക്ഷൻ. വേസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ ഒരു പ്രധാന സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് കളക്ഷൻ ആണ് അല്ലെ? അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ലാൻഡ്ഫിൽ, അതായത് നമ്മുടെ ഡിസ്പോസലിന്റെ ഒരു പ്രക്രിയയാണ് കേട്ടോ ലാൻഡ്ഫിൽ ചെയ്തതിന് വേണ്ടിയിട്ട് അത് നമ്മൾ കളക്ട് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ കേട്ടാണോ അഭിനവ്? ഇനിയും പറയണോ? കേട്ടില്ല? സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാല് കേട്ടു. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇത്രയൊക്കെ ആയോ? ബാക്കി മിസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. ഏകദേശം ഐഡിയ കിട്ടിയില്ല എല്ലാവർക്കും? ബാക്കി മിസ്സിന്റെ ക്ലാസ് കാണാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് കയറുമ്പോൾ ചോദിച്ചാൽ മതിയേ. ഇനി മിസ് എടുക്കാൻ പോകുന്നത് നമുക്ക് ഇനി ഇതിലുള്ളത് ഒരു ടേബിൾ ആണ്. അത് മിസ് നെക്സ്റ്റ് എടുക്കാം കേട്ടോ. നമുക്ക് ഇനി മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ് കേട്ടോ. പലതരത്തിലുള്ള ദ വേരിയസ് ഡിസ്പോസൽ മെത്തേഡ്സ്. മിസ് ടേബിൾ എടുക്കാം, ഇത് കഴിഞ്ഞിട്ട് ടേബിൾ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പെട്ടെന്ന് നമുക്ക് ആ ഒരു സെക്ഷൻ കവർ ചെയ്യാം കേട്ടോ. The various disposal methods now in use are the following. നമ്മ എന്താണ് ഈ ഒരു ഡിസ്പോസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള നിർമ്മാർജ്ജന മാർഗങ്ങൾ മെത്തേഡ്സുകൾ സ്വീകരിക്കുന്നുണ്ട്. അതാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഇൻസിനറേഷൻ ടെക്നോളജി. ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാല് ദിസ് ഈസ് എ ഹൈ ടെമ്പറേച്ചർ thermal process that employs burning of waste under controlled condition for changing them into inert material or chemically inactive and gases. എന്താണ്? നമുക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ അല്ലെ നിയന്ത്രിതമായിട്ടുള്ള അളവില് നമ്മ വേസ്റ്റുകൾ നമ്മ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്താണ്? ഉയർന്ന താപ പ്രക്രിയയിലൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ഇൻസിനറേറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അത് കത്തിച്ച് കളഞ്ഞ് അത് എന്താണ്? നിഷ്ക്രിയ വസ്തുക്കളായിട്ടോ അല്ലെങ്കിൽ ഗ്യാസസ് ആയിട്ട് മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മ വീട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ബയോഗ്യാസ് ആക്കി മാറ്റാറുണ്ട് അല്ലെ? കേട്ടോ? കേട്ടിട്ടില്ലേ? ഉണ്ട് അല്ലെ? അതേപോലെ എന്താണ് ഇവിടെ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ, എല്ലാ വേസ്റ്റുകളല്ല, ചില വേസ്റ്റുകൾ നമ്മ എന്താണ്? ഉയർന്ന താപ പ്രക്രിയയിലൂടെ നിശ്ചിത അളവിലുള്ള വേസ്റ്റുകൾ നമ്മ എന്താണ്? കത്തിച്ച് ഇനോട്ട് മെറ്റീരിയൽ, അതായത് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത നിഷ്ക്രിയ വസ്തുക്കളാക്കിയോ അല്ലെങ്കിൽ ഗ്യാസസ് ആക്കി മാറ്റുന്നതിനെയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് മിസ് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ കാണിച്ചു തരാം. ഇപ്പൊ ഓക്കെ ആണോ? മിസ് പറഞ്ഞത് ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇൻസിനറേറ്റേഴ്സ് can be either oil fired or powered by electricity or a combination. നമ്മ ഈ ശ്മശാനത്തിൽ ബോഡി കത്തിച്ച് കളയുന്നത് കണ്ടിട്ടില്ലേ? അവർ ആ ഒരു മെഷീന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അത് കത്തിക്കുകയാണ് അല്ലേ? ആണോ? എന്താണ്? ആണല്ലേ? അത് ഇൻസിനറേറ്റർ ആണല്ലേ? അതേപോലെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്? ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിപ്പിക്കുന്നില്ലേ? കറണ്ടിൽ പ്രവർത്തിക്കുക അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് ഓയിൽ ഫയർഡ് ആയിട്ട് അല്ലെ, പെട്രോളോ ഡീസലോ അങ്ങനെയുള്ള ഓയിൽ വെച്ചിട്ട് പ്രവർത്തിപ്പിക്കാം. അതല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷനിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ സാധനം കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് വേസ്റ്റുകൾ വരാറില്ലേ? ചവറ്, അതല്ലെങ്കിൽ എന്താണ് പേപ്പേഴ്സ് അല്ലെ? അപ്പൊ നമ്മ അത് കത്തിച്ച് കളഞ്ഞാല് നമ്മ കത്തിച്ച അത്രയും വേസ്റ്റുകൾ നമുക്ക് കിട്ടാറുണ്ടോ? അത്ര അളവിൽ നമുക്ക് ചാരം കിട്ടോ? ഇല്ല അല്ലെ? ഒരു ഇച്ചിരി കിട്ടുള്ളൂ അല്ലെ?
അതേപോലെ എന്താണ് the advantage of this type is that it can lessen the volume of solid waste to 30% of the original volume. എന്താണ് ഇത് കത്തിച്ച് കളയുമ്പോൾ അല്ലെ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഗുണം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ആ ഒരു ടോട്ടൽ വോളിയത്തിന്റെ നമുക്ക് എത്രത്തോളം നമ്മൾ കത്തിച്ച് കളഞ്ഞു അതിന്റെ ഒരു 30% മാത്രമാണ് നമുക്ക് ഇതിന്റെ വേസ്റ്റ് അല്ലെ ആഷസ് ആയിട്ട് കിട്ടുന്നത് ചാരമായിട്ട് കിട്ടുന്നത്. ഓക്കെ ആണോ? ഒരു മിനിറ്റ്. അങ്ങനെയുള്ള ഇൻസിനറേറ്ററുള്ള ആ ഒരു വേസ്റ്റ് ഇട്ടിട്ട് അവർ കത്തിരിച്ച് കളയുന്നതിനെയാണ് അല്ലെ കളയുന്നതിനെയാണ് ഓക്കെ ആയോ എല്ലാവർക്കും? ഓക്കെ നെക്സ്റ്റ് പഠിക്കാം അല്ലെ ഇനി നെക്സ്റ്റ് ഏതാണ് നെക്സ്റ്റ് പറയുന്നത് ഓട്ടോക്ലേവിംഗ് അല്ലെ ഓട്ടോക്ലേവിംഗ് കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മ വീട്ടില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ലേ മക്കളെ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അല്ലെ? നമ്മ രണ്ട് രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട് വീട്ടില്? പുട്ടുണ്ടാക്കാറുണ്ട്, പറയ്, ദോശ ഉണ്ടാക്കാറുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട് അല്ലെ? അപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഈ ഇഡ്ഡലിയും ദോശയും പുട്ടും ചപ്പാത്തിയൊക്കെ നമ്മ ഒരേപോലെയാണ് ഉണ്ടാക്കുന്നത്. ചിലത് എന്താണ് നീരാവി അല്ലെ സ്റ്റീം ഉപയോഗിച്ചല്ലേ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ടല്ലേ ആവിയിൽ വേവിച്ചെടുക്കാണ് അല്ലെ ചെയ്യുന്നത്. ചിലത് എന്താണ് നമ്മ നേരിട്ട് ചൂട് കൊടുത്തിട്ട് അല്ലെ അപ്പൊക്കെ എങ്ങനെയാണ് താഴെ നേരിട്ട് ചൂട് കൊടുത്തിട്ടല്ലേ അതേപോലെ നമ്മ ഓട്ടോക്ലേവിംഗിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഉയർന്ന നീരാവി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലുള്ള അല്ലെ ആ ഒരു വേസ്റ്റിലുള്ള ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ച് കളയുന്നതിനെയാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞുതരാം കേട്ടോ. Okay, the process uses steam at a high temperature. ഈ പ്രോസസ് എന്ന് പറയും ഒന്നുകൂടെ പറഞ്ഞുതരാം മിസ് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഉയർന്ന ടെമ്പറേച്ചർ നീരാവി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെ നീരാവി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഓട്ടോക്ലേവിംഗ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ഫോർ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റുകൾ. അതായത് ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നത് കൂടുതലായിട്ടും എന്താണ് മൈക്രോബയോളജി ലാബുകളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളാണ്. മൈക്രോബയോളജി ബയോടെക്നോളജി വേസ്റ്റുകളാണ്. ഷാർപ്പ് വേസ്റ്റുകൾ, ഡേർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റുകൾ അല്ലെ ഡേർട്ടി ആയിട്ടുള്ളതും സോളിഡ് വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഓട്ടോക്ലേവിംഗ് മെത്തേഡില് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പഞ്ഞൊക്കെ അവര് ആവി ഉപയോഗിച്ച് സ്റ്റീം ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? കത്രിക, സർജിക്കൽ നൈഫുകള് കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്താണ് ഉയർന്ന നീരാവി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിനെയാണ് ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. ദിസ് ടെക്നോളജി ഓഫേഴ്സ് certain categories of waste that is not detrimental so that the treated residue can be landfilled. അപ്പൊ ഇത്തരം പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത് കിട്ടുന്നതിന് പിന്നെ വല്ല ഹാനികരുണ്ടോ? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് ഓട്ടോക്ലേവിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതിന് പിന്നെ വല്ല ഇൻഫെക്ഷൻ ഇല്ല അല്ലെ? അപ്പൊ ബാക്കി നമുക്ക് റെസിഡ്യൂ ആയിട്ട് ഇത്തരം പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് അവശിഷ്ടമായി കിട്ടുന്ന ബാക്കി ഹാനികരമല്ലാത്ത വേസ്റ്റുകൾ നമ്മൾ എന്തിന് ഉപയോഗിക്കുന്നു? ലാൻഡ് ഫിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ?
ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേ. ഓർഡൻസ് വെക്കുന്നുണ്ട്, അതുപോലെ ബെഡ്ഷീറ്റ് വെക്കുന്നുണ്ട്, ലിനൻസ് വെക്കുന്നുണ്ട്. കണ്ടോ? അതിറക്കി വെച്ചിട്ട് പ്രഷർ വോളിയം സെറ്റ് ചെയ്ത് ആയോ? ഓട്ടോക്ലേവിംഗ് ഓക്കെ ആയില്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് മൈക്രോവേവ് ഇറേഡിയേഷൻ അല്ലെ. The microwave is based on the principle of generation of high frequency wave അല്ലെ. ഹൈ ഫ്രീക്വൻസി വേവ് ഉപയോഗിച്ചിട്ട് നമ്മ എന്താണ് ജനറേഷൻ ഹൈ ഫ്രീക്വൻസി ഉയർന്ന ആവൃത്തിയുള്ള തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മ എന്ത് ചെയ്യുന്ന ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിനെയാണ് മൈക്രോവേവ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടില് ഓവൻ ഇല്ലേ? ഓവൻ, മൈക്രോവേവ് ഓവൻ ഉണ്ട് അല്ലെ. നമ്മ എന്താണ് കേക്കൊക്കെ ബേക്ക് ചെയ്യാറില്ലേ? കേക്കൊക്കെ ബേക്ക് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിലെങ്ങനെയാണ് നമ്മ ബേക്ക് ചെയ്യാനുള്ള സാധനം അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ആ ഒരു ഓവനിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മ ഉയർന്ന ചൂട് പ്രൊഡ്യൂസ് ചെയ്യില്ലേ? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലേ? തീ കത്തിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. ഉയർന്ന ചൂട് അല്ലെ, നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ ഉയർന്ന ചൂട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മ അത് ബേക്ക് ചെയ്തെടുക്കാണ് അല്ലെ, കുക്ക് ചെയ്തെടുക്കാണ് അല്ലെ. ആണോ? അതേപോലെ എന്താണ് മൈക്രോവേവ് ഇറേഡിയേഷൻ എന്ന് പറയുന്നത് ഉയർന്ന ആവൃത്തിയുള്ള തരംഗങ്ങള് സൃഷ്ടിച്ചിട്ട് ജനറേറ്റ് ചെയ്തിട്ട് നമ്മ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിനെയാണ് മൈക്രോവേവ് ഇറേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മ ഈ ഓവനില് നമ്മ ഈ കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ വെച്ച് കഴിയുമ്പോൾ അതും ഒരു ജർക്കിംഗ് പോലെ കാണാറുണ്ടോ? അതിങ്ങനെ അല്ലേ കാണാറുണ്ടോ? ട്രംബിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ആരൊക്കെ വീട്ടിലുണ്ട്? കണ്ടിട്ടില്ലേ? അതിങ്ങനെ കറങ്ങില്ലേ? അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ അതിന്റെ ഉള്ളില് ആ ഒരു നമ്മ വെക്കുന്നത് അല്ലേ. അപ്പൊ നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, these waves cause the particles within the waste material to tremble, generating heat അല്ലെ. ഉയർന്ന ചൂട് ജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു വേസ്റ്റ് മെറ്റീരിയലിനെ വിറപ്പിച്ചിട്ട് അതിൽ എന്താണ് പാത്തജൻസിനെ നശിപ്പിച്ച് കളയുന്നു. ഉയർന്ന ചൂട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നശിപ്പിച്ച് കളയുന്നു. This heat produced from within destroy all pathogens. ഈ ഹീറ്റ് എന്താണ്? ഈ ചൂട് പുറപ്പെടുവിച്ചിട്ട് എന്താണ് നമ്മുടെ ആ ഒരു വേസ്റ്റിലുള്ള എല്ലാ പാത്തജൻസിനെയും ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു അല്ലെ, നശിപ്പിച്ച് കളയുന്നു. ഓക്കെ ആണോ? മറ്റേത് ഉയർന്ന അല്ലെ
ഔട്ടർക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ ഉയർന്ന നീരാവി പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. മൈക്രോവേവ് ഇറേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന ചൂട് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു പാർട്ടിക്കിൾസിനെ നമ്മൾ വിറപ്പിച്ചിട്ട് അതിലുള്ള പാത്തജൻസിനെ നശിപ്പിച്ച് കളയുന്നതിനെയാണ് മൈക്രോവേവ് ഇറേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് കെമിക്കൽ മെത്തേഡ്സ് അല്ലോ. നമ്മ വീട്ടില് നമ്മ നിലമൊക്കെ തുടയ്ക്കാറില്ലേ? നിലമൊക്കെ തുടയ്ക്കാറുണ്ടല്ലോ, ഫ്ലോർ തുടയ്ക്കാറില്ലേ? അപ്പൊ നമ്മ പരിസ്ഥിതിയിലും അല്ലാണ്ട് നമുക്കറിയാം അല്ലെ, ഫ്ലോറിലൊക്കെ എന്തുണ്ട്? ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ, ഇല്ലേ? സൂക്ഷ്മജീവികൾ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മ അത് നശിപ്പിക്കാനായിട്ട് നമ്മ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഡെറ്റോൾ ഉപയോഗിക്കാറുണ്ട്, ഫിനോയിൽ ഉപയോഗിക്കാറുണ്ട്, ലൈസോൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അത് നമ്മ അങ്ങനെ തന്നെ ഒഴിക്കോ? ഒരു മൂടി അല്ലെ, ഡെറ്റോള് അല്ലെ, ഒരു മൂടി അല്ലെ, ഒരിത്തിരി പെർസെന്റേജ് അല്ലേ? അതേപോലെ എന്താണ് കെമിക്കൽ മെത്തേഡ് പറയുന്നത്? 1% ഓഫ് കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ, 1% ഓഫ് ഹൈഡ്രോക്ലോറിക് സൊല്യൂഷൻ ക്യാൻ ബി യൂസ്ഡ്. 1% എന്താണ് കെമിക്കൽ ഡിസ്ഇൻഫെക്ഷനോ, അതായത് ഡെറ്റോളോ ഫിനോയിൽ അല്ലെ, അതേപോലെയുള്ള കെമിക്കൽ ഡിസ്ഇൻഫെക്ഷനോ, അതല്ലെങ്കിൽ 1% ഹൈപ്പോക്ലോറിക് ആസിഡ് അല്ലെ, നമ്മുടെ എന്താണ് ബ്ലീച്ച്, ക്ലോറിൻ വാട്ടർ, അങ്ങനെയുള്ള ക്ലോറൈഡ് സൊല്യൂഷൻസ് ഉപയോഗിച്ചും കാണിട്ട് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിനെയാണ് കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് പ്ലാസ്മ പൈറോളിസിസ്. അത്യാധുനിക എന്താണ് പ്ലാസ്മ പൈറോളിസിസ്? നമ്മ മാറ്ററിന്റെ 4 ഘടകങ്ങൾ, നമ്മൾ ശരിക്കും 3 അല്ലെ നമ്മ പൊതുവായിട്ട് പറയുന്നത് അല്ലേ? ഖരം, ദ്രാവകം അല്ലേ, വാതകം പറയാറുണ്ട് അല്ലെ. അതിന്റെ നമ്മുടെ മാറ്ററിന്റെ 4ാമത്തെ സ്റ്റേജ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ആ ഒരു പ്ലാസ്മ എനർജി യൂസ് ചെയ്തിട്ട് നമ്മ എന്താണ് ഈ വേസ്റ്റുകളിലെ, ബയോമെഡിക്കൽ വേസ്റ്റുകളിലെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിനെയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. പ്ലാസ്മ എനർജി യൂസ് ചെയ്തിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിനെയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. Plasma pyrolysis is an ultra-modern technology for safe removal of medical waste. അല്ലെ, പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെഡിക്കൽ വേസ്റ്റുകളിലെ എന്താണ് സേഫ് ആയിട്ട് നീക്കം ചെയ്യുന്നതിനുള്ള ഒരു അത്യാധുനിക സാങ്കേതിക വിദ്യയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി അല്ലെ, ഇത് എക്കോ ഫ്രണ്ട്ലി ടെക്നോളജി ആണ് അല്ലെ. ഇപ്പൊ നമ്മ നേരത്തെ ഇൻസിനറേഷൻ ചെയ്യുന്നത് കണ്ടോ ഇല്ലേ? കണ്ടില്ലേ? ആ ഇൻസിനറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കുഴല് പോലെ പോയിരിക്കുന്നത് കണ്ടോ? മുകളിലോട്ട് പുക പോകുന്നുണ്ട് അല്ലെ. അത് നമ്മുടെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുത്തോ? ഹാനികരം ഉണ്ടാക്കോ? പൊല്യൂഷൻസ് ഉണ്ടാക്കും അല്ലേ? ഇല്ലേ? ഇല്ലേ? പുകയല്ലേ പോകുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, പരിസ്ഥിതിക്ക് യാതൊരു തരത്തിലുള്ള ഹാനികരം ഉണ്ടാക്കാത്ത ഒരു വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ആണ്. ഓക്കെ ആണോ? The plasma pyrolysis process is a thermal degradation of organic substances in the absence of air, oxygen, utilizing പ്ലാസ്മ എനർജി. നമ്മുടെ പ്ലാസ്മ എനർജി ഉപയോഗിച്ചും കാണിട്ട് എയറിന്റെ അഭാവത്തിൽ, അതായത് ഓക്സിജന്റെ അഭാവത്തിൽ ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽസിന്റെ, അതായത് ഈ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസസിന്റെ എന്താണ് തെർമൽ ഡിഗ്രഡേഷൻ, താപസംശ്ലേഷണ പ്രക്രിയയിലൂടെ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിനെയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പ്ലാസ്മ എനർജി യൂസ് ചെയ്തിട്ട് ഓക്സിജന്റെ അഭാവത്തിൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന പ്രക്രിയയെയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് വരുന്ന ചൂട്, പ്ലാസ്മ എനർജി, എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എനർജി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ചൂടാണ് അല്ലെ, ഹീറ്റാണോ? ആണല്ലേ. സോളാർ എനർജി കേട്ടിട്ടില്ലേ? സോളാർ എനർജി ചൂടാണോ? അതേപോലെ എന്താണ് ഈ ഒരു പ്ലാസ്മ എനർജി യൂസ് ചെയ്തിട്ട് ഓക്സിജന്റെ, അതായത് എയറിന്റെ അഭാവത്തിൽ നമ്മ എന്താണ് താപസംശ്ലേഷണ പ്രക്രിയയിലൂടെ
വേസ്റ്റുകളെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നതിനെയാണ് പ്ലാസ്മ പൈറോളസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് പറയുന്നത് ലാൻഡ് ഡിസ്പോസൽ. ലാൻഡ് ഡിസ്പോസൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, നമുക്ക് ലാൻഡ് ഫിൽ ചെയ്യാണ് അല്ലെ, ലാൻഡിൽ കൊണ്ടുപോയി അല്ലെ, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഉണ്ട്, ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ലാൻഡ് ഡിസ്പോസൽ as the name indicates, ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ land disposal include two methods which are open dumping and sanitary dumping. ആ ഒരു നെയിം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലാൻഡ് ഡിസ്പോസൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഓപ്പൺ ഡംപിങ്ങും രണ്ടാമത്തത് സാനിറ്ററി ഡംപിങ്ങും. ഓപ്പൺ, നമ്മുടെ വീട്ടിലെ സാനിറ്ററി കുഴികളൊക്കെ കുത്താറുണ്ട് അല്ലെ, കേട്ടിട്ടില്ലേ സാനിറ്ററി കുഴി അല്ലേ? അതെങ്ങനെയാണ് വേസ്റ്റ് പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട്, വേസ്റ്റ് ഒക്കെ പോകാനായിട്ട് ഇല്ലേ? ആരും വീട്ടിലും ഇല്ല വേസ്റ്റ് പോകാനൊന്നും? ഉണ്ട്. അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത്? വലിയ കുഴികൾ കുത്തിയിട്ടല്ലേ? ആണോ? അല്ലേ? അപ്പൊ എന്താണ് ഒന്നാമത്തേത് ഓപ്പൺ ഡംപിങ്, രണ്ടാമത്തേത് പറയുന്നത് സാനിറ്ററി landfill. കേട്ടോ, നോക്കാം നമുക്ക്. Open dumping is an unsecure method because the waste would then be discarded in any open space that may lead to pollution problem. അല്ലെ, ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അൺസെക്യൂർഡ് ആയിട്ടുള്ള മെത്തേഡ് ആണ് അല്ലെ, ഒരു സുരക്ഷിതമല്ലാത്ത ഒരു രീതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ the waste would then be discarded. എന്താണ് ആ ഒരു വേസ്റ്റ് അവര് കൊണ്ട് കളയുന്നത്, ഡിസ്കാർഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള സ്ഥലത്താണ്? ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ ഒരു വേസ്റ്റ് ഓപ്പൺ ഡംപിങ് ചെയ്യുന്നത്, അതായത് ഒരു സ്ഥലത്ത് വെറുതെ നിക്ഷേപിക്കുന്നതിനെയാണ് ഓപ്പൺ ഡംപിങ് എന്ന് പറയുന്നത്. നമ്മ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണാറുണ്ട് അല്ലെ, ഒരുപാട് സ്ഥലത്ത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ആളുകൾ വേസ്റ്റ് ഇടുന്നത് കണ്ടിട്ടില്ലേ? വെറുതെ കൊണ്ടുപോയി വേസ്റ്റ് തട്ടുന്നത് കണ്ടിട്ടില്ലേ? ബയോമെഡിക്കൽ വേസ്റ്റുകളല്ല, സാധാ നമ്മുടെ ഫുഡ് വേസ്റ്റുകൾ അല്ലെ, വീട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്. അപ്പൊ എന്താണ് ഈ വേസ്റ്റുകള്, ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള് എന്താണ് ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയിട്ട് വെറുതെ ഡംപ് ചെയ്യുന്നതിനെയാണ്, തട്ടുന്നതിനെയാണ് എന്ന് പറയുന്നത് ലാൻഡ് ഡിസ്പോസൽ എന്ന് പറയുന്നത് അല്ലെ. ഇത് അൺസെക്യൂർഡ് ആയിട്ടുള്ള, സുരക്ഷിതമല്ലാത്ത ഒരു മെത്തേഡ് ആണ്. ഇതെന്താണ് ഒരുപാട് പൊല്യൂഷൻ പ്രോബ്ലംസിലേക്ക് നയിക്കുന്നുണ്ട് അല്ലെ. എയർ പൊല്യൂഷൻസ്, സോയിൽ പൊല്യൂഷൻസ് ഉണ്ടോ? എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ടോ? പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ ഇതെന്താണ് അൺസെക്യൂർ ആയിട്ടുള്ള അല്ലെ, സുരക്ഷിതമല്ലാത്ത ഒരു രീതിയാണ്. അതൊക്കെയായോ? ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി വെറുതെ വേസ്റ്റുകളെ നിക്ഷേപിക്കുന്നതിനെയാണ് ഓപ്പൺ ഡംപിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫോർ സാനിറ്ററി ലാൻഡ്ഫിൽ. സാനിറ്ററി ലാൻഡ്ഫിൽ നോക്കിയേ, എ സെക്ലൂഡഡ് ഏരിയ ഈസ് സെലക്ടഡ് അവേ ഫ്രം ദി പോപ്പുലേഷൻ. എന്താണ് ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് എന്താണ് സെക്ലൂഡഡ് ഏരിയ അല്ലെ, ഒഴിഞ്ഞ സ്ഥലങ്ങള്, അതായത് ആളൊഴിഞ്ഞ പ്രദേശം, ആരും താമസിക്കാത്ത ഏരിയാസ് ഒക്കെ നോക്കി കണ്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാനിറ്ററി ലാൻഡ്ഫിൽ ചെയ്യുന്നത്. The dumping is performed in the ditches layers wise. The end care is taken so that the waste is not exposed to the atmosphere. ഈ ഒരു വേസ്റ്റ് ഡംപ് ചെയ്യുന്ന വലിയ കുഴികൾ കുത്തിയിട്ട് പല ലെയേഴ്സ് ആയി തിരിച്ചിട്ടാണ് ഈ വേസ്റ്റുകൾ നമ്മൾ അതിൽ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് നേരിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ യാതൊരു തരത്തിലുള്ള എന്തുണ്ടാക്കുന്നില്ല, ബുദ്ധിമുട്ടുകളും സൈഡ് എഫക്റ്റുകളും ഉണ്ടാക്കാത്ത രീതിയിലാണ് ഈ ഒരു ഡിസ്പോസിംഗ് നടത്തുന്നത്. എന്ന് വെച്ചാല് നമ്മ വലിയ ഒരു പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. വലിയ കുഴികൾ കുത്തും, സാനിറ്ററി കുഴികൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതേപോലെ വലിയ കുഴികൾ കുത്തിയിട്ട് ആ കുഴികളുടെ എല്ലാം വശമില്ലേ, ക്ലേ ഒക്കെ ഇല്ലേ, ക്ലേ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ക്ലേ ഒക്കെ പോലെ ഇല്ലേ, അതൊക്കെ വെച്ചുങ്ങാണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് ഇല്ലേ, ഷീറ്റുകളില്ലേ, കേട്ടിട്ടില്ലേ, പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഷീറ്റുകള്, അതൊക്കെ വെച്ച് കാണിട്ട് എല്ലാ ഏരിയാസും അവര് കവർ ചെയ്യും. ഒന്നില്ലെങ്കിൽ ക്ലേ വെച്ച് കാണിട്ട്
അപ്പൊ എന്നിട്ട് അതില് ആദ്യം ഒരു കുറച്ച് വേസ്റ്റ് ഇടും. അത് കഴിഞ്ഞിട്ട് ബ്ലീച്ചിങ് പൗഡേഴ്സോ അല്ലെങ്കിൽ കുമ്മായോ ഒക്കെ ഇടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വേസ്റ്റ് ഇടും. അങ്ങനെ പല ലേയേഴ്സ് ആക്കി തിരിച്ചിട്ട് ആണ് ഇവര് നിക്ഷേപിക്കുന്നത്. അപ്പൊ ഈ വേസ്റ്റുകൾ ഇതിൽ കിടന്ന് അഴുകിയാലും നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങുന്നുണ്ടോ? നമ്മൾ ആ ഒരു ക്ലേ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ചെയ്ത് ഇതാക്കുന്നത് കൊണ്ട് ഇതിന്റെ ആ ഒരു അവശിഷ്ടങ്ങൾ റെസിഡ്യൂ നമ്മുടെ സോയിലിലേക്ക് ഇറങ്ങോ? ഇതിൽ കഴിഞ്ഞ് അഴുകി കഴിയുമ്പോൾ ക്ലിയർ ആയില്ല? ആരെന്തൊന്നും പറയാത്തെ? ഇല്ല അല്ലെ? അതില് തന്നെ കിടക്കല്ലേ? അതില് തന്നെ പിന്നെ നമ്മ ഈ കുമ്മായും ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടുന്നത് കൊണ്ട് വേഗം അത് നശിച്ചും പോവില്ലേ? ദ്രവിച്ചു പോകൂല്ലേ? ബ്ലീച്ചിങ് പൗഡർ കുമ്മായും ഒക്കെ ഇടുന്നത് കൊണ്ട്. പിന്നെ എന്താണ്, നമ്മ വലിയ കുഴികൾ കുത്തിയിട്ടാണ് മൂടുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നേരിട്ട് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കോ? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെ വലിയ സാനിറ്ററി ലാൻഡ് ഫില്ലുകൾ കുത്തിയിട്ട് പല ഡിച്ചേഴ്സ് അല്ലെ, പല ലെയേഴ്സ് ആക്കി തിരിച്ച് നമ്മ ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിനെയാണ് സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. ഇതെന്താണ്, നമ്മുടെ അന്തരീക്ഷത്തിന് അല്ലെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിന് യാതൊരു തരത്തിലുള്ള ഹാനികരങ്ങൾ അല്ലെ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ല. ഓക്കെയാണോ? ലാൻഡ് ഡിസ്പോസൽ 2 തരത്തിലുണ്ട്. ഓപ്പൺ ഡംപിംഗ് ഉണ്ട്, സാനിറ്ററി ലാൻഡ് ഫിൽ ഉണ്ട്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ഇൻഅർട്ടൈസേഷൻ. ഇൻഅർട്ടൈസേഷൻ എന്ന് പറയുന്നത് ഇൻഅർട്ടൈസേഷൻ ടു ബ്രിങ് ഡൗൺ ദ ടോക്സിസിറ്റി ഓഫ് ദ വേസ്റ്റ് ആൻഡ് മിനിമൈസ് ദ ലൈക്ലി റിസ്ക്. It is mixed with cement or another inert material. ഇൻഅർട്ടൈസേഷൻ എന്ന് പറയും, നിഷ്ക്രിയത്വം എന്ന് പറയും കേട്ടോ. ഇൻഅർട്ടൈസേഷന് മലയാളത്തില് നിഷ്ക്രിയത്വം എന്ന് പറയും. എന്ന് വെച്ചാല് ഒരു വേസ്റ്റിലുള്ള റിസ്കുകൾ നമ്മ കുറയ്ക്കുന്നതിനെയാണ്, അതിന്റെ ആ ഒരു ടോക്സിസിറ്റി വിഷാംശം നമ്മ കുറയ്ക്കുന്നതിനെയാണ് ഇൻഅർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് സിമന്റ് ഓർ അനദർ ഇനേർട്ട് മെറ്റീരിയൽ. ഈ വേസ്റ്റുകൾ നമ്മ എന്തുമായിട്ട്, സിമന്റുമായിട്ടോ അല്ലെങ്കിൽ അതർ ഇനേർട്ട് മെറ്റീരിയൽ നിഷ്ക്രിയ വസ്തുക്കൾ, അതായത് ബ്ലീച്ചിങ് പൗഡർ, കുമ്മായം അങ്ങനെയുള്ള വസ്തുക്കളോ ആയിട്ടോ മിക്സ് ചെയ്തിട്ട് ആ ഒരു വേസ്റ്റിന്റെ എന്താണ് റിസ്കുകൾ അല്ലെ, അപകടങ്ങൾ കുറയ്ക്കുന്നതിനെയാണ് ഇൻഅർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അറൌണ്ട് 30 to 40% ഓഫ് ദി സിമന്റ് ഈസ് ബ്ലെൻഡഡ് വിത്ത് ദി വേസ്റ്റ്. ഒരു വേസ്റ്റിന്റെ 30 മുതൽ 40% വരെ നമ്മൾ എന്ത് മിക്സ് ചെയ്യാണ്? സിമന്റ് മിക്സ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ടോക്സിസിറ്റി നമുക്ക് കുറയ്ക്കാലോ. സിമന്റിലുള്ള ആ ഒരു കെമിക്കൽസിന്റെ സഹായത്തോടെ നമുക്ക് അതിന്റെ ആ ഒരു റിസ്ക് കുറയ്ക്കാലോ, അപകടങ്ങൾ കുറയ്ക്കാലോ. അല്ലെങ്കിൽ എന്താണ്, ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ കുമ്മായം ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ എന്താണ്, ആ ഒരു വേസ്റ്റിന്റെ എന്താണ് റിസ്കുകൾ, അപകടങ്ങൾ മിനിമൈസ് ചെയ്യുന്നതിനെയാണ് ഇൻഅർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ട്രീറ്റിംഗ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഫോർ ഇൻസിനറേഷൻ ആഷസ് ഹാവിംഗ് ഹൈ മെറ്റൽ കണ്ടന്റ്. ഈ മെത്തേഡ് ഉപയോഗിച്ചിങ്ങാട്ട് നമ്മൾ സംസ്കരിക്കുന്നത് ഏതൊക്കെ വേസ്റ്റുകളാണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ അല്ലെ, നമ്മുടെ ഫാർമസിയിലെ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ, അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളൊക്കെ നമുക്ക് പൊടിക്കാം അല്ലെ. ഡ്രഗ്സുകളൊക്കെ പൊടിച്ച് നമുക്ക് പൊടിയാക്കാലോ, പൊടികളാക്കാലോ. ആക്കാൻ പറ്റോ? ആക്കാം അല്ലെ. എന്നിട്ട് ആ പൊടിയിൽ കൂടെ നമുക്ക് സിമന്റ് അല്ലെങ്കിൽ കുമ്മായം കൂട്ടി നിഷ്ക്രിയ വസ്തുക്കളാക്കി മാറ്റാലോ അല്ലെ. അതല്ലെങ്കിൽ എന്താണ്, ആൻഡ് ഫോർ ഇൻസിനറേഷൻ ആഷസ് ഹാവിംഗ് ഹൈ മെറ്റൽ കണ്ടന്റ് അല്ലെ, ഉയർന്ന ലോഹത്തിന്റെ അംശമുള്ള ചാരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇൻഅർട്ടൈസേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ട് നമുക്ക് സംസ്കരിക്കാം അല്ലെ. ചാരം നമുക്ക് ഇങ്ങനെ കുമ്മായമായിട്ടോ സിമന്റുമായിട്ടോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറുമായിട്ടോ ഒക്കെ കൂടിക്കലർത്താലോ. ഓക്കെ ആയോ? അത് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എല്ലാവർക്കും ഓക്കെ ആയോ?
ഓക്കെ ആണോ? ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ പറ. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മിസ് നെക്സ്റ്റ് എടുത്തോട്ടെ, നമുക്ക് ടേബിൾ എടുക്കാം അല്ലെ? ടേബിൾ എടുക്കാം. ഇനി ടേബിളില്ല വേസ്റ്റ് കാറ്റഗറി, നമുക്ക് ആ ഒരു കാറ്റഗറി ടേബിള് നമ്മൾ 4 ആയിട്ടാണ് തരംതിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കോളത്തിൽ പറയുന്നത് വേസ്റ്റ് കാറ്റഗറി. ഓരോ വേസ്റ്റുകളും പല കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തത് വേസ്റ്റിന്റെ കാറ്റഗറി. ആ ഒരു കാറ്റഗറിയിലെ ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റുകളാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓരോ ടൈപ്പ് വേസ്റ്റുകളും ഏതൊക്കെ കളറ് കണ്ടെയ്നേഴ്സിലല്ല അല്ലെങ്കിൽ ബാഗ്സിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഈ കാറ്റഗറിയിൽ പെടുന്ന വേസ്റ്റുകൾ എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസലിലെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റത്തെ പറയുന്നത് കാറ്റഗറി, ഏത് കാറ്റഗറിയാണ്. രണ്ടാമത്തെ ഇത് കോൾ എന്താണ്? ഓരോ കാറ്റഗറിയിലും പെടുന്ന വേസ്റ്റുകൾ ഏതെല്ലാമാണ്. നെക്സ്റ്റ് പറയുന്നത് ആ കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റുകളെ ഏത് കളറ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുന്നത്. ഫോർത്ത് കോളത്തിൽ പറയുന്നത് ഓരോ കാറ്റഗറിയിലും പെടുന്ന വേസ്റ്റുകള് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് അല്ലെ സംസ്കരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. എടുക്കട്ടെ മിസ്. കാറ്റഗറി നമ്പർ 1 വരുന്നത് ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റുകൾ അല്ലെ, നമ്മുടെ ശരീരഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റുകൾ. അതിൽ എന്തൊക്കെ പെടാം? ഹ്യൂമൻ ടിഷ്യൂസ് പെടാം, ഓർഗൻസ് പെടാം, ബോഡി പാർട്സുകൾ പെടാം, സെൽസുകൾ പെടാം അല്ലെ. കുറച്ച് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സുകള്. അപ്പൊ ഏത് കളർ ബാഗിലാണ് അത് കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. അതെങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ അല്ലെ. എന്താണ്? കത്തിച്ച് ചാരമാക്കി മാറ്റുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു ബോഡിയൊക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ശ്മശാനത്തിലൊക്കെ കൊണ്ടുപോയിട്ട് ഇലക്ട്രിസിറ്റിയിൽ ഇൻസിനറേറ്ററിൽ വെച്ച് കത്തിച്ച് കളയാണ് അല്ലേ? ആണോ? അറിയേ. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് നമുക്കത് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഇൻസിനറേഷൻ ചെയ്യാനോ? ഇൻസിനറേറ്ററിൽ കൊണ്ടുപോയി ഇൻസിനറേഷൻ ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ ബോഡി നമ്മൾ എങ്ങനെ ചെയ്യാറുണ്ട്? വലിയ കുഴികൾ കുത്തിയിട്ട് അല്ലെ, ഡീപ് ബറിയൽ അല്ലെ, അടക്കം ചെയ്യാന്നൊക്കെ പറയും. വലിയ കുഴികൾ അല്ലെ, 6 അടി കുഴിയൊക്കെ കുത്തിയിട്ട് അതിലിട്ട് മൂടാറില്ലേ? ആണോ? അപ്പൊ എന്താണ്? നമുക്ക് ഇൻസിനറേഷൻ ചെയ്യാം, കൂടാതെ ഡീപ് ബറിയൽ അല്ലെ, അടക്കം ചെയ്യാം. ഓക്കെ അല്ലേ? ഫസ്റ്റത്തത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ടേബിളിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും കേട്ടോ. അല്ലെങ്കിൽ ഒന്നും ചോദിക്കാം, കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്ന വേസ്റ്റുകൾ ഏതാണ്, അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ 1 വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാറ്റഗറി 1 എന്താണ് വേസ്റ്റുകള് ഏത് കളർ ബാഗിലാണ് നമ്മെ സൂക്ഷിക്കുന്നത്. ക്വസ്റ്റ്യൻ വരാട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് കാറ്റഗറി നമ്പർ, അതേപോലെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസലും ചോദ്യം വരുന്നതാണ് കേട്ടോ. ഉയർന്ന എന്താണ് സ്റ്റീം ഉപയോഗിക്കുന്ന, നീരാവി ഉപയോഗിച്ച് ഡിസ്പോസിങ് ചെയ്യുന്ന പ്രക്രിയ ഏതാണ്, അല്ലെങ്കിൽ ഉയർന്ന ചൂട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന പ്രക്രിയ ഏതാണെന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് ഓക്കെയാണോ? കാറ്റഗറി നമ്പർ 1 ഓക്കെയാണോ? നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 2 എനിമൽ വേസ്റ്റ് അല്ലെ. എന്താണ്? എനിമലുമായി ബന്ധപ്പെട്ട അല്ലെ, മൃഗങ്ങളുമായി ബന്ധപ്പെട്ട വേസ്റ്റുകൾ എന്തൊക്കെ പെടാം? അനിമൽസിന്റെ ടിഷ്യൂസ് പെടാം, ഓർഗൻസ് പെടാം, ബോഡി പാർട്സുകൾ പെടാം, കാർക്കേസസ് അല്ലെ, ശവശരീരങ്ങൾ പെടാം, ബ്ലീഡിംഗ് പാർട്സുകൾ പെടാം, അനിമൽസിന്റെ ഫ്ലൂയിഡ്സുകൾ പെടാം, അനിമൽസിന്റെ ബ്ലഡ് ആൻഡ് എക്സ്പെരിമെന്റൽ അനിമൽസ് യൂസ്ഡ് ടു ഇൻ റിസർച്ച് അല്ലെ. റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അനിമൽസിന്റെ ആ ബോഡി പാർട്സുകളും ടിഷ്യൂസും അങ്ങനെ എന്ത് വേണമെങ്കിലും പെടാം. പിന്നെ വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറ്റിനറി ഹോസ്പിറ്റൽ ആൻഡ് കോളേജ്, വെറ്റിനറി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വെറ്റിനറി കോളേജുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അനിമൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേസ്റ്റുകള്. ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജസ് അല്ലെ, എന്താ ഹോസ്പിറ്റലിലെ ഡിസ്ചാർജിന്, നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിന്റെ ഡിസ്ചാർജസ് അല്ലെ.
ബോഡി ഫ്ലൂയിഡ്സുകൾ അങ്ങനെയുള്ളത്. അത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. അത് എന്തൊക്കെ രീതിയിൽ നമുക്ക് ബോഡി കാർഡ് പീസസ്, ബോഡി പാർട്സുകളൊക്കെ എങ്ങനെ ചെയ്യാം? ഇൻസിനറേഷൻ ചെയ്യാലോ, കത്തിച്ച് കളയാം. അല്ലെങ്കിൽ എന്താണ്, വലിയ കുഴികൾ കുത്തിയിട്ട് മൂടാം അല്ലെ, ഡീപ് ബറിയൽ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കാറ്റഗറി 3. കാറ്റഗറി 3 പറയുന്നത് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. അപ്പൊ അതെവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലബോറട്ടറിയിൽ അല്ലെ. ലബോറട്ടറിയിലെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെ, വിവിധ ടെസ്റ്റുകളുടെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ അല്ലെ. വേസ്റ്റ് ഫ്രം ലബോറട്ടറി കൾച്ചേഴ്സ് അല്ലെ, ലബോറട്ടറിയിലെ കൾച്ചറിങ് ചെയ്യാം അല്ലെ, യൂറിനൊക്കെ അതിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്. പിന്നെ എന്താണ്, നമുക്ക് അവർക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് നമ്മളിൽ നിന്ന് എന്താണ്, സ്പെസിമൻ ഒക്കെ എടുത്ത് സൂക്ഷിക്കാറില്ലേ, സാമ്പിൾ എടുത്ത് സൂക്ഷിക്കാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള ലൈവ് മൈക്രോ ഓർഗാനിസംസ് ഉള്ള സ്റ്റോക്സുകള്, സ്പെസിമെൻസ്, സ്റ്റോക്സുകള്, ഹ്യൂമൻ ആൻഡ് അനിമൽ സെൽസ് അല്ലെ, നമുക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള അനിമൽസിന്റെ, ഹ്യൂമൻസിന്റെ ഒക്കെ സെൽസ്. Cultures used to research and infections agents from research and industrial laboratories. റിസർച്ചിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വ്യവസായിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടോ ആ ലബോറട്ടറിയിൽ വരുന്ന ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുള്ള കൾച്ചറിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്ന വേസ്റ്റുകള്. നെക്സ്റ്റ് ബയോളജിക്കൽ പ്രൊഡക്ഷൻ ബൈ പ്രൊഡ്യൂസേഴ്സ് വേസ്റ്റ് ടോക്സിൻസ്. എന്താണ് ബയോളജിക്കൽ പ്രൊഡക്ട്സിന്റെ അല്ലെ, എന്താണ് നമ്മുടെ ഈ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ടെസ്റ്റ് ട്യൂബ്സ്, കോട്ടൻസ് അല്ലെ, സ്ലൈഡുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള് ആൻഡ് ഡിവൈസസ് യൂട്ടിലൈസ്ഡ് ടു ട്രാൻസ്ഫർ കൾച്ചേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന, മാറ്റുന്ന സമയത്ത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലെ, ടെസ്റ്റ് ട്യൂബ്സുകള്, ഡിവൈസസ്. അത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? പലതരത്തിലുള്ള ലബോറട്ടറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്. അതിൽ ഉപകരണങ്ങൾ പെടാം അല്ലെ, കോട്ടൻസ് പെടാം, സിറിഞ്ചസ് പെടാം അല്ലെ, അങ്ങനെ വേസ്റ്റുകള്. അത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗോ റെഡ് പ്ലാസ്റ്റിക് ബാഗ്, രണ്ട് കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഒന്നില്ലെങ്കിൽ യെല്ലോ പ്ലാസ്റ്റിക് ബാഗില്, അതല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗില്. അതെങ്ങനെയാണ് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത്? അത് പല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ലോക്കൽ ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നുണ്ട്, മൈക്രോവേവിംഗ് ചെയ്യുന്നുണ്ട്, ഇൻസിനറേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ഡിസ്പോസൽ മെത്തേഡുകള് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മ ഈ സിറിഞ്ച്, നീഡിലൊക്കെ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും അല്ലെ, ടെസ്റ്റ് ട്യൂബുകള്. അപ്പൊ അതൊക്കെ എന്തായിരിക്കും? നമ്മ ഓട്ടോക്ലേവിംഗ് ചെയ്യും അല്ലെ, ആണോ? നശിപ്പിച്ച് കളയേണ്ടേ നമുക്ക്? സ്റ്റീം ഉപയോഗിച്ച് കാണിട്ട് അതിൽ ഇൻഫെക്ഷൻസ് ഒക്കെ നശിപ്പിച്ച് കളയില്ലേ, എന്നിട്ടാണ് നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്നത് അല്ലെ. പിന്നെ മൈക്രോവേവിംഗ് ചെയ്യാം. പിന്നെ എന്താണ്, ഇൻസിനറേഷൻ അല്ലെ, കോട്ടൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കത്തിച്ച് കളയാം അല്ലെ, ഇൻസിനറേറ്ററിലിട്ട് കത്തിച്ച് കളയാലോ. പിന്നെ നമ്മ നീഡിൽ കത്തിക്കാറില്ലേ? മിസ് ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അവരപ്പൊ തന്നെ ആ നീഡിൽ കത്തിക്കുന്ന ഇൻസിനറേറ്ററിൽ വെച്ച് കത്തിച്ച് കളയുന്നു അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രക്രിയകളൊക്കെ ചെയ്ത് അതെന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിച്ച് കളയുന്നു. ഓക്കെ ആണോ? മൂന്നാമത്തേത്. നെക്സ്റ്റ് പറയുന്നത് കാറ്റഗറി നമ്പർ 4 അല്ലെ. കാറ്റഗറി നമ്പർ 4 വരുന്നത് വേസ്റ്റ് ഷാർപ്പ് അല്ലെ, ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകളാണ്. ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെ പെടാം? നീഡിൽസ് പെടാം, സിറിഞ്ചസ് പെടാം, സ്കാൽപ്പൽസ് അല്ലെ. സ്കാൽപ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സർജിക്കൽ നൈഫ് ഇല്ലേ, ആ സർജിക്കൽ നൈഫ്സ്, പ്ലേറ്റ്സ്, ഗ്ലാസ് എക്സെട്ര ദാറ്റ് മൈറ്റ് ലീഡ് ടു പങ്ക്ചർ ആൻഡ് വോൺസ്. ഈ ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ എന്തുണ്ടാക്കും? നമുക്ക് പങ്ക്ചറും മുറിവുകൾ ഉണ്ടാക്കോ? പങ്ക്ചറും മുറിവുകൾ ഉണ്ടാക്കോ? നമ്മുടെ ബൈക്കിന്റെ അല്ലെങ്കിൽ കാറിന്റെ ഒക്കെ അവിടെ ഒരു സൂചിയൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ പഞ്ചറായില്ലേ, ടയർ പഞ്ചറായി എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പൊ എന്താണ് ഈ ബ്ലേഡ്സ്, നീഡിൽസ്, സ്റ്റാബ്സ്കൾസ് ഒക്കെ എന്താണ്?
പഞ്ചറോ അല്ലെങ്കിൽ വോൺസുകളോ മുറിവുകളോ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ദിസ് അപ്ലൈസ് ടു ബോത്ത് യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് ഷാർപ്പ്. ഇതിലെന്താണ് നമ്മൾ യൂസ് ചെയ്തതും യൂസ് ചെയ്യാത്തതായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ ഈ വേസ്റ്റ് ഷാർപ്പിൽ ഉൾക്കൊള്ളുന്നു. അത് എന്ത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലസന്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ്. ട്രാൻസ്ലസന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ളത് അല്ലെ. അങ്ങനെയുള്ള ബ്ലൂവോ അല്ലെങ്കിൽ വൈറ്റോ കളറ് ട്രാൻസ്ലസന്റ് പങ്ക്ചർ പ്രൂഫ്, കീറാത്ത മുറിവുകളൊന്നും ഉണ്ടാക്കാത്ത പങ്ക്ചർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ് ഈ കാറ്റഗറി നമ്പർ 4 വേസ്റ്റുകൾ സൂക്ഷിക്കുന്നത്. അത് നോക്കി വെക്കാട്ടോ. മറ്റേതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് പറയുന്നത്. എന്താണ്? ബ്ലൂ കളറ് അല്ലെങ്കിൽ വൈറ്റ് കളറ് ട്രാൻസ്ലസന്റ് ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പങ്ക്ചർ പ്രൂഫ് ആയിട്ടുള്ള അല്ലെ. നമുക്ക് സാധാരണ കവറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി അത് കീറിപ്പോവും അല്ലെ. ആ കവറ് കീറിപ്പോവോ? അപ്പൊ അങ്ങനെ കീറാത്ത പങ്ക്ചർ ഉണ്ടാക്കാത്ത എന്താണ് കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന വേസ്റ്റുകൾ സൂക്ഷിക്കുന്നത്. ഓക്കെ ആണോ? ഇത് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാണ് കേട്ടോ. ഡിസ്ഇൻഫെക്റ്റിംഗ് പല രീതിയിലൂടെ ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്നു. കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം അല്ലെ. കെമിക്കൽ ലായനികളൊക്കെ യൂസ് ചെയ്ത് അതിലെ നമുക്ക് എന്താണ് അണുക്കളെ നശിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോവേവിംഗ് ചെയ്യാം. ആൻഡ് മൾട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ്. മൾട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പല കഷണങ്ങള് പല ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് നശിപ്പിച്ച് കളയുന്നതിനെയാണ് മൾട്ടിലേഷൻ ഓർ ഷ്രെഡിങ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടില് ബ്ലേഡ്സ് ഒക്കെ ഉണ്ടാവാറില്ലേ? ബ്ലേഡ് അല്ലെ. ആ ബ്ലേഡ് നമ്മ അങ്ങനെ തന്നെ കൊണ്ടുപോയി കളയാണോ പതിവ്? എന്ത് ചെയ്യും? നമ്മ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് ഒടിക്കില്ലേ അല്ലെ? ചെറിയ കഷ്ണങ്ങളാക്കി അല്ലെ, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഭാഗിച്ചിട്ടല്ലേ നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. അതേപോലെ എന്താണ് ഈ ഷാർപ്പിലെ വേസ്റ്റുകള് നമ്മ പല കഷ്ണങ്ങൾ മൾട്ടിലേഷൻ ഓർ ഷ്രെഡിങ് ഇങ്ങനെ പല കഷ്ണങ്ങളാക്കി വിഭജിച്ചതിന് ശേഷം എന്താണ് നമ്മ ഡിസ്പോസ് ചെയ്യുന്നതിനെയാണ് മൾട്ടിലേഷൻ ഓർ ഷ്രെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ കാറ്റഗറി 4 കാറ്റഗറി വരെ മിസ് എടുത്തിട്ടുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നാളെ മിസ് ആണ് കേട്ടോ കയറുന്നത്. നാളെ വെനസ്ഡേ ആണ്, മിസ്സിനില്ല. പക്ഷെ മിസ് ക്ലാസ് എടുക്കാൻ കയറുന്നുണ്ട് കേട്ടോ. അപ്പൊ മിസ് എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.